Good morning, dear children. Welcome to my class. Today's lesson is 7th lesson, multiplication readiness. What's the meaning of multiplication? See, you might have heard your brothers and sisters studying the multiplication table. 1 2s are 2, 2 2s are 4. അല്ലേ? അപ്പോൾ നമുക്കൊക്കെ സർപ്രൈസ് ഇതെന്താ ഇവർ പഠിക്കുന്നത്? നമുക്ക് അത്ഭുതമാണല്ലേ? എന്താ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്താണ്? അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റെഡിനെസ് ആണ് വി ആർ ഗോയിങ് ടു ലേൺ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അതിനുമുമ്പ് മിസ്സിനൊരു വിശേഷം പറയാനായിട്ടുണ്ട്. സി, ടുഡേ ഈവനിങ് മിസ്സിൻ്റെ ഫാമിലിയിൽ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ നടക്കുന്നുണ്ട്. Nowadays, due to the corona, we do not go outside for big functions, isn't it? We have cancelled our shopping, our films, everything is cancelled, and we are happy with the small get-togethers. അല്ലേ? അപ്പോൾ അതുപോലെ ഇന്ന് ഈവനിങ് I have a small function in my home, so I have to make some bouquet and all. I have to decorate home. ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം. സി, ഫോർ ദ ഗസ്റ്റ് ഐ ഹാവ് ടു മേക്ക് സം ബൊക്കെ. സോ എനിക്ക് അതിനാവശ്യമുള്ള റോസാണല്ലോ നമുക്ക് എല്ലാവർക്കും കാണാൻ ഭംഗി റോസസ് അല്ലേ, ആൻഡ് ദാറ്റ് അഗെയിൻ റെഡ് റോസസ് അല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. സോ ഐ ഹാവ് ടു ഓർഡർ സം റോസസ്. അതിന് മിസ് പ്ലാൻ ചെയ്യുമായിരുന്നു ബൊക്കെ എങ്ങനെ ഉണ്ടാക്കണം, എത്ര റോസ് ചേർന്നിട്ടാണ് ഒരു ബൊക്കെ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ മിസ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ക്ലാസ്സും വന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ വാട്ട് അബൌട്ട് ബൊക്കെ വിത്ത് 3 റോസസ്? ഒരു ബൊക്കയിൽ 3 റോസസ് ആയി എങ്ങനെ ഉണ്ടായിരിക്കും? നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് ബൊക്കെ. ടേക്ക് ദ 3 റോസസ്, ടൈ ദം വിത്ത് ബ്യൂട്ടിഫുൾ റിബൺ, സാറ്റിൻ റിബൺ, ദാറ്റ്സ് ഇനഫ് അല്ലേ? So 3 roses for 1 bouquet. Okay, and 1 more rose. Okay, this is the rose കണ്ടിട്ട് doesn't look like rose അല്ലേ? Please adjust with that. അപ്പോൾ 3 റോസ് ചേർന്നിട്ടുണ്ടെങ്കിൽ I can make 1 bouquet. അപ്പോൾ ഇനി അടുത്ത ഗസ്റ്റിനെ വെൽക്കം ചെയ്യാണ്ട് ഐ ഹാവ് ടു മേക്ക് അനദർ വൺ അല്ലേ? വീണ്ടും 3 റോസ് വെച്ചിട്ട് എനിക്ക് വീണ്ടും ഒരു ബൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഒരു ബൊക്കേക്ക് ഐ നീഡ് ഓൺലി 3 റോസസ്. ഓക്കെ, 3 റോസസ് ഫോർ 1 ബൊക്കെ. ദെൻ ഫോർ ദ സെക്കൻഡ് ബൊക്കെ, ഫോർ 2 ബൊക്കേസ് ഐ നീഡ് 3 റോസസ് പ്ലസ് 3 റോസസ്. വാട്ട് ഈസ് 3 plus 3? 3 in mind, 3 in finger, 3 after 4, 5, 6, isn't it? So 6. Then if I want to make one more bouquet, 3 roses, then that is altogether 3 bouquet. 3 plus 3 plus 3. What is 3 plus 3 plus 3? That is 3 plus 3. We already know it is 6. Add one more 3. 3 plus 6 or 6 plus 3 is equal to 9. Then if I want to make 4 bouquets, I have to take 3 roses, then another 3, then 3 and one more 3, isn't it? So 3 plus 3 plus 3 plus 3. This answer we already have, it is 9. Then one more 3 means 9 plus 3 it is 12. So my problem is solved അല്ലേ? വരുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ച്, അതായത് നമുക്ക് വെൽക്കം ചെയ്യാനുള്ള നമ്മുടെ എൽഡേഴ്സ് അല്ലേ, അവർക്കൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് നമുക്ക് ബൊക്കെയൊക്കെ. അപ്പോൾ മിസ്സിന് കുറച്ച് ബൊക്കെകൾ, അപ്പോൾ അതിനുള്ള പ്ലാനിങ് ഒക്കെ മിസ് നിങ്ങളുടെ ക്ലാസ്സിൽ കൂടെ തന്നെ ഐ ഹാവ് ഫിനിഷ് ദ പ്ലാനിങ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ 3 for 1 bouquet, then 3 plus 3 6, then 3 plus 3 plus 3 it is 9, then 3 plus 3 plus 3 plus 3 it is 12. Here 3 is added 2 times. 2 3s are added. 3 is repeatedly added. 3 plus 3 is equal to 6. Here 3 is repeatedly added. How many times? 3 times. 3 times 3 repeatedly added. Here 1 2 3 4. 4 times 3 is repeatedly added, isn't it? 4 times added. 3 plus 3 plus 3 plus. Repeatedly added. Okay. So here 2 times 3 is added. How do I write it? 2 times 3 is added. 2
instead of times, let me write 2 into 3 is equal to 6. And this is into. This into stands for multiplication. This into stands for multiplication. This is an operation. Just like our addition, subtraction, this is another operation, multiplication. So, in the case of repeated addition, we can remove that addition with the new operation, multiplication, that is 2 into 3 is equal to 6. Okay. Now, here 3 is added 3 times, isn't it? So, 3 times 3 gives 9. So, here again, just add, remove times. See, you can write 3 into 3 is equal to 9. Okay. Now, next one, 3 added to 3 4 times. So, here this is 4 times 3 is equal to 12, and it can be written as 4 into 3 is equal to 12. So we have learned a new operation, that is the multiplication. See, in the case of repeated addition, we can put multiplication instead of the repeated addition, or there is a definition, very beautiful definition. Repeated addition is known as multiplication. Okay. So here 2 into 3, that is 2 multiplied by 3. 2 into 3 is equal to 6. 3 into 3, or 3 multiplied by 3 is equal to 9. Then 4 into 3, 4 multiplied by 3 is equal to 12. Actually, this is the table of 3. ഇത് നമ്മളുടെ 3യുടെ tables ആണ്. കണ്ടോ, നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പഠിക്കുന്ന tables ആണ് നമ്മളിവിടെ derive ചെയ്തത്. So you can tell your elders, നിങ്ങളുടെ ചേട്ടനോടും ചേച്ചിനോടൊക്കെ പറയാം, see, ഞാനും tables പഠിച്ചു അല്ലേ. ഈ വർഷം, that is first standardൽ നിങ്ങൾക്ക് ഈ tables ബൈഹാർട്ട് ചെയ്യണ്ട. ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചോളണം കേട്ടോ. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ സിനാംസ് നിങ്ങളും കൂടെ പഠിക്കുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഓർത്ത് വയ്ക്കാം. മിസ്സിന്റെ വീട്ടിലെ ഫാമിലി ഫംഗ്ഷൻ, നമ്മൾ ബുക്ക് ഉണ്ടാക്കിയത്, അതൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ. സോ ഇറ്റ് ഈസ് റിപ്പീറ്റഡ് അഡീഷൻ ഈസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇത് ഒരു അഡീഷൻ ഫാക്റ്റ് ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിംബൽ ഈസ് അഡീഷൻ പ്ലസ് അല്ലേ. ആ അഡീഷൻ ഫാക്റ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്ന multiplication factor is 3 plus 3 plus 3 is equal to 9, and its a multiplication factor is 3 into 3 is equal to 9. And easy. Now 3 plus 3 plus 3 plus 3, that is 4 times. The addition factor, it's the corresponding multiplication factor. 4 into 3 is equal to 12. And then you have very first exercise. Exercise 7.1, that we will do during the online section. Online section is interesting. Exercise exercise 7.2 is again very interesting, simple. So online. Okay. Now we move to one problem. See, you will be given addition fact, you have to write the multiplication fact. Sometimes multiplication fact is given, addition fact is not given. So just consider one problem like that. Okay, so it is a chapter, multiplication readiness. Let me write the question from page number 124. You have the addition fact, 2 plus 2 plus 2 is equal to 6. Here, which number is repeatedly added? 2 is repeatedly added. Here, the symbol used is addition. 2 repeatedly added how many times? 1, 2, 3. 3 times, isn't it? 3 times 2. അതായത് നമുക്ക് എത്ര ഗ്രൂപ്പുകളുണ്ട്? 1, 2, 3. 3 ഗ്രൂപ്പുകളുണ്ട്. 3 ടൈംസ് ആണ് അല്ലേ? അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആണ് 3 ടൈംസ്. ഓരോ ഗ്രൂപ്പിൽ എന്താണുള്ളത്? ഒരു ഗ്രൂപ്പിൽ 2, അടുത്ത ഗ്രൂപ്പിൽ 2, അടുത്ത ഗ്രൂപ്പിൽ 2 അല്ലേ? 3 times 2, that is 3 into 2 is equal to 6. Okay, now let me give you one multiplication fact.
to what is see answer is not given. അപ്പോൾ നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ, ആൻസർ തന്നിട്ടില്ല. 3 into 3 3 into 6 എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ് ഈസ് എ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട്. അതിന്റെ അഡീഷൻ ഫാക്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ജസ്റ്റ് റീഡ് ഇറ്റ്. ദിസ് ഈസ് 3 into 6 into മാറ്റി 3 times 6. അപ്പോൾ 3 times എന്ത് ആഡ് ചെയ്യുന്നു? 3 times 6 is added. Once again, this is 3 into 6. Remove into 3 times 6. That is 3 times 6 is added. That is 3 times 6. 6 plus 6 plus 6. ഇനി അഡീഷൻ ഫാക്ട് ആവുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ അറിയാം. 6 plus 6 12, 12 plus 6 18. അത് പക്ഷെ പഠിക്കണ്ടാവില്ല കേട്ടോ. കാണാതെ ഇപ്പോൾ എക്സാമിന് മിസ് അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രം സൈഡിൽ ഇങ്ങനെ നമ്മൾ എഴുതി ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ 12 കിട്ടും, then plus 6. അഡീഷൻ നമുക്ക് എളുപ്പമാണല്ലോ അല്ലേ? നമ്മൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളല്ലേ, അപ്പൊ അഡീഷൻ വളരെ എളുപ്പമാണ്. ഓക്കെ, now let us consider one more. You have 4 plus 4 is equal to 8. 4 plus 4 is equal to 8. Which is repeatedly added? 4 is repeatedly added. എത്ര പ്രാവശ്യം? 2 times. 2 times 4 added. That is 2 times 4. Okay, easy അല്ലേ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് അഡീഷൻ ഫാക്ടിലോട്ട്, അഡീഷൻ ഫാക്ട് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടിലോട്ട് അങ്ങനെ എളുപ്പമാണല്ലോ. ഇൻറ്റു മാറ്റി ടൈംസ് കൊടുക്കുക. ഓക്കെ, ടൈംസ് പിന്നെ അത് എന്ത് ചെയ്യണം? ഇത്ര ടൈംസ് ആഡഡ് എന്ന് ആലോചിക്കുക. ദാറ്റ്സ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സസൈസ് 7.2 ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതിന്റെ ബാക്കി സെക്ഷൻ during the online. Next we move to the last section of the chapter. See, നമ്മളൊന്ന് ഒരു ചാപ്റ്റർ ആണ് തീർക്കേണ്ടത്. മിസ് എന്തുകൊണ്ടാണ് ഒരു ചാപ്റ്റർ മുഴുവൻ ഒരു ഓൺലൈനിൽ എടുക്കുന്നത്? ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്മോൾ ചാപ്റ്റർ. വലിയ കൺസെപ്റ്റ് ഒന്നുമല്ല, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് മിസ്സിന് നിങ്ങളെ വിശ്വാസമൊക്കെ നിങ്ങൾ നല്ല മിടുക്കന്മാരാണെന്നറിയാം. അതുകൊണ്ടാണ് മിസ് അത് ഒരു സെക്ഷനിൽ എടുക്കുന്നത് കേട്ടോ. ആരും ഓൺലൈൻ സെക്ഷനും വീഡിയോയും കാണാതെ പോകരുത് കേട്ടോ. അറ്റൻഡൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ എക്സാമാണ്. ഈ ചാപ്റ്ററൊക്കെ മിസ് എക്സാമിനിടും. എന്തായാലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അഡീഷൻ ഫാക്ട് തരും, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് എഴുതുക. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് തരും, അഡീഷൻ ഫാക്ട് എഴുതുക. ഓക്കെ, അത് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ എക്സാം അസസ്മെന്റ് 5 നമുക്ക് ഇടാം കേട്ടോ. We move to the next section. Multiplication on number line. Number line how to do the multiplication. Okay, with the one problem, find 4 into 2 using number line. That is multiplication using number line. Number line how to do the multiplication. Okay, so we need the number line starting with the 0, 1, 2. Let me complete the number line. നമുക്ക് കുറച്ച് നമ്പേഴ്സ് മാത്രം മതി. And our question is 4 into 2. So 4 into 2. ഫസ്റ്റ് നമ്മൾ എന്ത് മാറ്റും? 4 times 2 അല്ലേ? 4 times 2 is added. അതിന്റെ ആ വഴി എങ്ങനെയാണ്? 4 into 2, 4 times 2, 4 times 2 is added. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2s വെച്ചിട്ടുള്ള അഡീഷൻ ആണ്. 4 times വേണം. So 0 ൽ നിന്ന് ഫസ്റ്റ് 2s എങ്ങനെയാണ്? 1 and 2 അല്ലേ? ഫസ്റ്റ് ജംപ്. അങ്ങനെ എത്ര ജമ്പുകൾ വേണം? 4 times വേണം. Then second jump, then third one, then fourth one. 4 times 2. What is the answer? That's equal to 8. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? 4 into 2. 4 times 2. 4 times 2 added. 2 is added 4 times. Okay, the answer is 8. 2, again second jump, then third jump and the fourth jump. Okay, let us move to one more problem. It is 3 times 2. Oh, 2 we already ചെയ്തതല്ലേ. നമുക്ക് വേറെ പ്രോബ്ലം എടുക്കാം. It is 2 times 6. 2 times 6. The second question, 2 times 6. അപ്പോൾ നിങ്ങൾ മിസ് നമ്പർ ലൈൻ വരക്കുന്ന നേരത്ത് you think about the answer. Okay, 0,
When you draw the number line using the scale and pencil and draw them neatly. Okay. Okay. There again 2 into 6, 2 times 6, 2 times 6 is added. Like 2 times 6 added. 6 added. That is one jump we have to cover 6. 1, 2, 3, 4, 5, 6 in the single jump. One time. Then 2 times on. Next jump again 6 together. 1, 2, 3, 4, 5, 6. The second jump. So 2 times 2 into 6. 2 times 6. 2 times 6 is added. First one time and the second time. Answer is 12. So 2 times 6 is equal to 12. See, multiplication readiness വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസൺ ആണ് ഇത്. നിങ്ങൾക്ക് ഇനി ഈ multiplication plays an important role in our life. Everywhere in the life we needed multiplication. So ഈ multiplication readiness നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഫ്യൂച്ചറിലുള്ള എല്ലാ മൾട്ടിപ്ലിക്കേഷൻ നല്ല മിടുക്കന്മാരും മിടുക്കുകളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? Is the lesson easy? Of course it's an easy lesson. Now the leftover problems we will do during the online and I'll give them as the homework and note. Thank you and bye bye.